ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കായ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 മഹത്തായ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ്. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്തു നിന്നുമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നുമാണ്. 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങളായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ തന്നെയാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണം. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ദത്തവകാശ നിരോധന നിയമം. 1848 ദത്തവകാശ നിരോധന നിയമം ഈ വിപ്ലവത്തിന് ഒരു കാരണമാണ്. 1850 റിലീജിയസ് ഡിസേബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 നിയമങ്ങൾ 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങളാണ്. ആ നിയമങ്ങൾ ഏതൊക്കെയാണ്? 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസേബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. അപ്പോൾ ഈ 5 നിയമങ്ങൾ ഈ വിപ്ലവത്തിന് കാരണങ്ങളായിരുന്നു. ഇനി അല്ലാതെ ഈ വിപ്ലവം പുറപ്പെടാനുണ്ടായ മറ്റ് ചില കാരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണമായിരുന്നു. മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം, തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, കാർഷിക മേഖലയിലെ അസംതൃപ്തി, ഇവയൊക്കെ ഈ ഒരു വിപ്ലവത്തിന് കാരണമായി. ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നു നേരിട്ട അവഹേളനവും, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മോശമായ ഭക്ഷണം, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ ഒരു വിപ്ലവത്തിന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവയൊക്കെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം. വൺ വേഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പം നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളായിരുന്നു. എന്നാൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായ പ്രധാന കാരണം എന്താണ്? മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച തോക്കുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് ഉണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച തോക്കുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്.
ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരെന്താണ്? ശിപായി ലഹള. ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തെ വിളിച്ചത് എന്ത് പേരിലാണ്? ശിപായി ലഹള എന്നാണ് വിളിച്ചിരുന്നത്. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നതും ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം ഏതാണ്? ബാരക്പൂർ. പശ്ചിമ ബംഗാളിലെ ബാരക്പൂരിലാണ് 1857 വിപ്ലവത്തിൻ്റെ ഭാഗമായി മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വെടിവെപ്പ് നടന്നത്. മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജൂട്ടൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ലഫ്റ്റനൻ്റ് ഹെൻറി ബോഗ്. മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജൂട്ടൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനൻ്റ് ഹെൻറി ബോഗാണ്. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണ്? 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് 34-ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻറ്ററി റെജിമെൻറ്റ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1857 ഏപ്രിൽ 8-ന്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. ഈ സിനിമയുടെ സംവിധാനം കേതൻ മേത്തയും ഇതിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാനുമാണ്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയുടെ വേഷം ചെയ്ത ബോളിവുഡ് നടനാരാണ്? അമീർ ഖാനാണ്. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 1984. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. ഇനി 1857 കലാപ കേന്ദ്രങ്ങൾ അവ സ്ഥിതി ചെയ്ത സംസ്ഥാനങ്ങളുമാണ് നോക്കുന്നത്. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കൂടുതൽ കലാപ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു. മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ് എന്നീ കലാപകേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിലുണ്ടായിരുന്ന കലാപകേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഇത്രയും കലാപകേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലായിരുന്നു. ഇനി ബാരക്പൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ബാരക്പൂർ പശ്ചിമ ബംഗാളിലാണ്. അവിടെയാണ് മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്നതെന്ന് നമ്മൾ പഠിച്ചു. ഗ്വാളിയാർ എവിടെയായിരുന്നു? മധ്യപ്രദേശ്. ഗ്വാളിയാർ മധ്യപ്രദേശിലാണ്. ഭരത്പൂർ രാജസ്ഥാനിലും റൂർക്കി ഉത്തരാഖണ്ഡിലും ആര ബീഹാറിലുമായിരുന്നു. ഭരത്പൂർ രാജസ്ഥാനിലും റൂർക്കി ഉത്തരാഖണ്ഡിലും ആര ബീഹാറിലുമായിരുന്നു. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം 1857 വിപ്ലവമാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണം പൂർണ്ണമായും ഇല്ലാതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ മറ്റൊരു പേരാണ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം ഏതാണ്? ഡൽഹി. 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം ഏതാണ്? ഡൽഹിയാണ്. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏതാണ്?
ഡൽഹിയാണ്. ഇപ്പോൾ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ സ്ഥലവും ഡൽഹി തന്നെയാണ്. വിപ്ലവകാരികളിൽ നിന്നും ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശവും ഡൽഹി തന്നെയാണ്. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെയാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈന്യാധിപൻ ആരായിരുന്നു? ജനറൽ ബക്ത് ഖാൻ. അപ്പോൾ ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജനറൽ ബക്ത് ഖാനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈന്യാധിപനായ ജനറൽ ബക്ത് ഖാനാണ് ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? ഡൽഹിയിലെ കശാപ്പുകാരൻ. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരം ഏതാണ്? അസർഗഡ് വിളംബരം. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ് അസംഗഡ് വിളംബരം. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? റംഗൂൺ. മ്യാൻമാറിലെ റംഗൂണിലേക്കാണ് ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റംഗൂണിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. ഏറ്റവും ഒടുവിലത്തെ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് ഏത് വർഷമാണ്? 1853. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് 1853 ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താണ്? ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം. ഝാൻസി റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മണികർണിക. ഝാൻസിയിലെ റാണിയായതുകൊണ്ടാണ് ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. ഝാൻസി റാണിയുടെ പേര് ലക്ഷ്മി ബായി എന്നാണ്. യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക. മറ്റ് ചില പേരുകളിൽ കൂടി ഝാൻസി റാണി ലക്ഷ്മി ബായി അറിയപ്പെട്ടിരുന്നു. അത് ഏതൊക്കെ പേരാണ്? മനുബായി, ചബേലി, ലക്ഷ്മി ബായി. ഝാൻസി റാണി അറിയപ്പെട്ട മറ്റു പേരുകൾ മനുബായി, ചബേലി, ലക്ഷ്മി ബായി എന്നീ പേരുകളിലാണ് ഝാൻസി റാണി അറിയപ്പെട്ടത്. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? റാണി ലക്ഷ്മി ബായി. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ബായി ആണ്. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? റാണി ലക്ഷ്മി ബായി. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മി ബായി ആണ്. ഗോളിയാറിൽ വെച്ച് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഹ്യൂഗ്രോസ് ആണ്. ഗോളിയാറിൽ വെച്ച് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂഗ്രോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ്? ഹ്യൂഗ്രോസ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയുടെ പേരെന്താണ്? ബാദൽ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയുടെ പേര് ബാദൽ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഝാൻസി റാണി റെജിമെൻറ്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതെന്നാണ്? 1858 ജൂൺ 18. ഝാൻസി റാണി
വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ച ആരാണ്? മഹാശ്വേതാദേവി. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയാണ്. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമ ഏതാണ്? മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. ഇതിൽ ഝാൻസി റാണിയായി വേഷം ഇട്ടത് കങ്കണ റണാവത്ത് എന്ന നടിയാണ്. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടതാരാണ്? നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടത് നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടതാരാണ്? നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് ഏത് വിപ്ലവ കേന്ദ്രത്തിനാണ് നേതൃത്വം കൊടുത്തത്? കാൺപൂർ. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ദോണ്ടു പന്ത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ്. നാനാ സാഹിബിൻ്റെ സൈനിക മേധാവി ആരായിരുന്നു? താന്തിയ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈനിക മേധാവി താന്തിയ തോപ്പിയാണ്. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച നേതാവാരാണ്? താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച നേതാവ് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? സർ കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ സർ കോളിൻ ക്യാമ്പലാണ്. 1857 വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് എങ്ങോട്ടാണ് പലായനം ചെയ്തത്? നേപ്പാൾ. 1857 വിപ്ലവത്തിൽ പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് നേപ്പാളിലേക്കാണ് പലായനം ചെയ്തത്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-ന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-ന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവപുരി, മധ്യപ്രദേശ്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ശിവപുരിയിലാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. 1848 ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ്. 1848 സത്താറ എന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ്? സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി എന്നിവ. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? അവധ് അല്ലെങ്കിൽ ഔധ് എന്ന് പറയും. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഔധാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം രാജ്യം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമായ കർണാടകയിലെ കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ്? കിട്ടൂർ ചെന്നമ്മ. ദത്തവകാശ നിരോധന നിയമപ്രകാരം നാട്ടുരാജ്യം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കർണാടകയിലെ കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിത കിട്ടൂർ ചെന്നമ്മയാണ്. 1857 കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ്. 1857 കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്
കൺവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ അല്ലെങ്കിൽ പ്രവാചകൻ എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ്? അസിമുള്ള ഖാൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? കൺവർ സിംഗ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. 1857 വിപ്ലവകാലത്ത് ഔദിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ആരാണ്? ബിർജിസ് ഗ്വാദർ. 1857 വിപ്ലവകാലത്ത് ഔദിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ബിർജിസ് ഗ്വാദറാണ്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമേതാണ്? 1858. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് 1858 1857 വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോര് സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തി ആരാണ്? കാലു സിംഗ് മഹാര. 1857 വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോര് സംഘടന രൂപീകരിച്ച് പോരാടിയ വ്യക്തി കാലു സിംഗ് മഹാരയാണ്. 1857 വിപ്ലവം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? കോളിൻ കാമ്പൽ. 1857 വിപ്ലവം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലായിരുന്നു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാമേസ്റ്റൺ പ്രഭു. 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമേസ്റ്റൺ പ്രഭു ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം ഏതാണ്? 1863. 1863 ന്യൂഡൽഹിയിലാണ് ഈ വിപ്ലവത്തിൻ്റെ സ്മാരകമായി മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ചത്. മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1972. മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1972 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതി ലത വഡേദാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാർ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ആരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത്? മജിസ്ട്രേറ്റ് കിങ് ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വി.ഡി. സവർക്കർ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കറാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണ്? കാൾ മാക്സ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാക്സ് ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ആർ.സി. മജൂംദാർ. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആർ.സി. മജൂംദാറാണ്. 1857 വിപ്ലവത്തെക്കുറിച്ച് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1857 വിപ്ലവത്തെക്കുറിച്ച് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഏതാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നാണ്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഈ ആക്ട് പാസ്സാക്കിയത് 1858 ഓഗസ്റ്റ് 2-നാണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1858 ഓഗസ്റ്റ് 2-നാണ്. 1858 പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവി ഏതാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. 1858 പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ആരാണ്? ജോർജ് ഹാമിൽട്ടൺ. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ജോർജ് ഹാമിൽട്ടൺ ആണ്. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് മുതലാണ് വൈസ്രോയി എന്നറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ഓഗസ്റ്റ് 2 മുതൽ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ 1858 ഓഗസ്റ്റ് 2 മുതലാണ് വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അവസാനത്തെ ഗവർണർ ജനറലായി ഇരുന്നത് കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു തന്നെയാണ് ആദ്യത്തെ വൈസ്രോയി ആയി മാറിയതും. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ബീഗം ഹസ്രത്ത് മഹലാണ്. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വി ഡി സവർക്കർ. വി ഡി സവർക്കർ ഈ പുസ്തകം രചിച്ചത് മറാത്തി ഭാഷയിലാണ്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. ഇത് രചിച്ചത് വി ഡി സവർക്കർ. സ്വധർമ്മത്തിനും സ്വരാജ്യത്തിനും വേണ്ടി നടന്ന യുദ്ധം എന്ന് വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ. സ്വധർമ്മത്തിനും സ്വരാജ്യത്തിനും വേണ്ടി നടന്ന യുദ്ധം എന്ന് വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ്? ന്യൂയോർക്ക് ട്രിബ്യൂൺ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ന്യൂയോർക്ക് ട്രിബ്യൂൺ എന്ന പത്രത്തിലൂടെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ദൃക്സാക്ഷി വിവരണമായ മാസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? വിഷ്ണുഭട്ട് ഗോഡ്സെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ദൃക്സാക്ഷി വിവരണമായ മാസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെയാണ്. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച മലയാള നോവൽ ഏതാണ്? അമൃതം തേടി. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച മലയാള നോവലാണ് അമൃതം തേടി. 1857 വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്മാരകം ഏതാണ്? പാളയം രക്തസാക്ഷി മണ്ഡപം. 1857 വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്മാരകമാണ് പാളയം രക്തസാക്ഷി മണ്ഡപം. 1857 വിപ്ലവത്തിൻ്റെ 150ാം വാർഷികത്തിൽ
2007 100 രൂപയുടെ അനുസ്മരണ നാണയം പുറത്തിറക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികത്തിൽ 2007 100 രൂപയുടെ അനുസ്മരണ നാണയം പുറത്തിറക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. 1857 വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കളെക്കുറിച്ചാണ്. സ്ഥിരമായി PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ വിപ്ലവം നയിച്ച ആരാണ്? ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാറിൽ വിപ്ലവം നയിച്ച ആരൊക്കെയാണ്? റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും. ഗ്വാളിയാറിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും ചേർന്നാണ്. ബീഹാറിൽ വിപ്ലവം നയിച്ച ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവം നയിച്ച ആരാണ്? കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ വിപ്ലവം നയിച്ചവർ ജനറൽ ബക്ത് ഖാൻ നമ്മൾ പഠിച്ചാണ്. ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈന്യാധിപനായിരുന്നു ബക്ത് ഖാൻ. അപ്പോൾ ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ജനറൽ ബക്ത് ഖാനും ചേർന്നാണ്. അസമിൽ വിപ്ലവം നയിച്ചത് ദിവാൻ മണിറാമാണ്. അസമിൽ വിപ്ലവം നയിച്ചത് ദിവാൻ മണിറാമാണ്. മീററ്റിൽ വിപ്ലവം നയിച്ച ആരാണ്? കദം സിംഗ് ആണ്. മീററ്റിൽ വിപ്ലവം നയിച്ചത് കദം സിംഗ് ആണ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ്. കാൺപൂരിൽ വിപ്ലവം നയിച്ച ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലും ബിർജിസ് ഗ്വാദറും ചേർന്നാണ്. ആഗ്രയിലും ഔദിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ, ആഗ്ര, ഔദ് എന്നീ വിപ്ലവ സ്ഥലങ്ങളിൽ വിപ്ലവം നയിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലക്നൗ, ആഗ്ര, ഔദ് എന്നീ 3 സ്ഥലങ്ങളിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിൽ ആരാണ് വിപ്ലവം നയിച്ചത്? മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബറേലിയിലും റോഹിൽഖണ്ഡിലും വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. ബറൗദ് പർഗാനയിൽ വിപ്ലവം നയിച്ചത് ഷാ മാലാണ്. ബറൗദ് പർഗാനയിൽ വിപ്ലവം നയിച്ച ആരാണ്? ഷാ മാൽ. ഹരിയാനയിൽ വിപ്ലവം നയിച്ചത് റാവു തുലാറാമാണ്. ഹരിയാനയിൽ വിപ്ലവം നയിച്ചത് റാവു തുലറാം. രാജസ്ഥാനിൽ വിപ്ലവം നയിച്ചത് ജയ്ദയാലും ഹർദയാലുമാണ്. രാജസ്ഥാനിൽ അല്ലെങ്കിൽ കോട്ട രാജസ്ഥാനിലെ സ്ഥലമാണ്. രാജസ്ഥാനിൽ വിപ്ലവം നയിച്ചത് ജയ്ദയാലും ഹർദയാലുമാണ്. മധുരയിൽ വിപ്ലവം നയിച്ചത് ദേവി സിംഗ് ആണ്. മധുരയിൽ വിപ്ലവം നയിച്ച ആരാണ്? ദേവി സിംഗ്. അഹമ്മദാബാദിൽ വിപ്ലവം നയിച്ചത് ലിയാഖത്ത് അലിയാണ്. അഹമ്മദാബാദിൽ വിപ്ലവം നയിച്ചത് ലിയാഖത്ത് അലിയാണ്. മാണ്ടസോറിൽ വിപ്ലവം നയിച്ചത് ഫിറോസ് ഷായാണ്. മാണ്ടസോറിൽ വിപ്ലവം നയിച്ചത് ഫിറോസ് ഷായാണ്. മൊറാദാബാദിൽ വിപ്ലവം നയിച്ചത് അബ്ദുൾ അലി ഖാനാണ്. മൊറാദാബാദിൽ വിപ്ലവം നയിച്ച ആരാണ്? അബ്ദുൾ അലി ഖാൻ. ഇനിയും ഈ കലാപം അടിച്ചമർത്തിയ സൈനിക മേധാവികളെക്കുറിച്ചുകൂടി നോക്കാം. ലക്നൌവിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി കോളിൻ കാമ്പലാണ്. ലക്നൌവിൽ കലാപം അടിച്ചമർത്തിയത് കോളിൻ കാമ്പലാണ്. കാൺപൂരിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? കോളിൻ കാമ്പലും ഹെൻറി ഹാവ്ലോക്കും ചേർന്നാണ്. ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസണും വില്യം ഹോഡ്സണും ചേർന്നാണ്. ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ഹ്യൂഗ് റോസ് ആണ്. ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഹ്യൂഗ് റോസ് ആണ്. ആരയിൽ കലാപം അടിച്ചമർത്തിയത് ആരൊക്കെയാണ്? വില്യം ടൈലറും വിൻസെൻ്റ് എയറുമാണ്. ഇതോടുകൂടി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.